എല്ലാവർക്കും നമസ്കാരം. കോംസാക്കിൻ്റെ മൊമെൻറ്റ്സ് വിത്ത് ടീച്ചേഴ്സ് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രമുഖ ശാസ്ത്ര ലേഖകരിൽ ഒരാളായ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ സാറാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. സാറിൻ്റെ അനുഭവങ്ങളും അധ്യാപന ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് സാറ് കൂടെ ഉണ്ട്. മൊമെൻറ്റ്സ് വിത്ത് ടീച്ചേഴ്സിൻ്റെ എപ്പിസോഡിലേക്ക് സാറിനെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമ്മുടെ മൊമെൻറ്റ്സ് വിത്ത് ടീച്ചേഴ്സ് എന്നുള്ള ഈ എപ്പിസോഡിലേക്ക് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. ഞങ്ങൾക്ക് ആക്ച്വലി കിട്ടിയാലൊരു ഭാഗ്യമാണ് ഇന്നിപ്പം സാറുമായിട്ടൊരു ഇൻ്റർവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സാറിൻ്റെ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ സാറിൻ്റെ പ്രൊഫൈലിൽ സാറ് സൂചിപ്പിച്ചിരുന്നൊരു കാര്യമാണ് തൻ്റെ വിദ്യാലയ ജീവിതത്തിലെ കറുപ്പും വെളുപ്പും എന്ന് തുടങ്ങുന്ന ഒരു ഗന്ധം. അപ്പോൾ അതിനകത്ത് സാറ് മെൻഷൻ ചെയ്യുന്ന സാറിൻ്റെ വഞ്ചിയൂർ UPS മുതലുള്ള പഠനകാലം. അപ്പം ഇത്തരത്തിലൊരു സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്ക് എന്താണ് സാറിനെ അതിലേക്ക് കൊണ്ടുവന്നത്? ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്കാലത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവമാണോ ശരിക്കും പറഞ്ഞാൽ സാറിനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ളൊരു പ്രചോദനമായത്? അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഞാനൊരു ശാസ്ത്ര സാങ്കേതിക വിദഗ്ധനായിട്ട് സ്വയം അവകാശപ്പെടുന്നതേ ഇല്ല. ഞാനൊരു അധ്യാപകനായിട്ടാണ് അവകാശപ്പെടുന്നത്. പിന്നെ ഒരു പെഡഗോഗ് എന്ന് വിളിക്കുന്നതായിരിക്കും ശരി എല്ലാ അർത്ഥത്തിലും. ഏറ്റവും മൗലികതയുള്ള കാര്യം അതിലാണ്. സാങ്കേതിക വിദ്യയിലേക്ക് പ്രവേശിക്കാൻ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അന്ന് പഴയ കാലത്ത് പഠിച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുന്നവർ മെഡിസിനും എഞ്ചിനീയറിങ്ങിനും പോകുന്ന കാലഘട്ടം. അപ്പോൾ മാത്സാണ് എടുത്തത്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ആണ് അതിൽ ഏറ്റവും നല്ല അന്നത്തെ കാലത്ത് ഓപ്ഷനായിട്ട് വിചാരിക്കപ്പെട്ടിരുന്നത്. ഇന്നായിരുന്നേ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ആലോചിക്കുന്നത്. രണ്ടാമത് എൻ്റെ അച്ഛൻ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊഫസറായിരുന്നതിലും അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വർഷം പഠിച്ചു. പക്ഷേ അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ മാത്സ് പഠിക്കാനായിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഒരു ഗൃഹാതുരത്വമുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പഠിച്ച അതേ വിഷയം തന്നെ അതേ കോളേജിൽ പോയി പഠിക്കണമെന്നൊരു ആഗ്രഹം വന്നു. അല്ലാതെ ഒരു പ്രൊഫഷണലായിട്ടൊരു എടുത്ത തീരുമാനമല്ല. അപ്പം സാറിൻ്റെ ഒരു കാലഘട്ടം, നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് സാർ IIT-യിലും അതുപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഉപരിപഠനങ്ങൾ പൂർത്തിയാക്കി. അതിനുശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് സാറ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ആ സമയത്തുണ്ടായിരുന്ന അന്തരീക്ഷം, അതായത് നമ്മുടെ അക്കാഡമിക്കിലായിക്കോട്ടെ നമ്മുടെ ഇൻഡസ്ട്രിയൽ കണക്റ്റ് ആയിക്കോട്ടെ, അപ്പോൾ അത്തരത്തിൽ സാറ് വന്ന സമയത്ത് സാറിൻ്റെ പ്രചോദനമായിട്ടുള്ള കാര്യങ്ങൾ, അതെ അവിടെ ഉണ്ടായ ചേഞ്ചസ്, സാറിന് എന്തൊക്കെയാണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്നത്? ഞാൻ 1987 അധ്യാപകനാകുന്നത്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അധ്യാപകനാകുന്നത്. പിന്നെ 2 വർഷം കഴിഞ്ഞാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ MSc പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് എന്നെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുകയായിരുന്നു. 1989 മാർച്ചിലാണ്. അപ്പോൾ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളും അവരെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. യഥാർത്ഥത്തിൽ അന്ന് അത് പഠിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നേരിട്ട് പഠിച്ചിട്ടുള്ള വിഷയങ്ങളല്ല. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബ്രാഞ്ചേ ഇല്ല. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ബ്രാഞ്ചില്ല, അതിൻ്റെ പ്രോഗ്രാമുകളും ഒരിടത്തും ഇല്ല. പക്ഷേ നമ്മൾ പഠിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമായിട്ട് മാറി എന്നുള്ളതാണ്. ഞാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, C പ്രോഗ്രാമിങ്, ഡേറ്റ സ്ട്രക്ചേഴ്സ് എല്ലാം പഠിച്ചായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് IIT-യിൽ വെച്ച് കുറച്ച് കമ്പ്യൂട്ടർ പരിചയം ഉണ്ടായിരുന്നു. ഞാൻ AI-യിലാണ് പ്രോജക്റ്റൊക്കെ ചെയ്തത്. അതൊരു പ്രത്യേക ഭാഷയ്ക്കകത്ത് ഒതുങ്ങിയെന്നുകൊണ്ട് ചെയ്തത്. അന്ന് ആ ഭാഷ പോലും ഇപ്പോൾ ആരും കേട്ടിട്ടില്ല. OPS5 എന്ന് പറഞ്ഞൊരു ഭാഷയിലാണ് പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പഠിപ്പിച്ച് തുടങ്ങിയ സമയത്ത് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ യൂണിക് സിസ്റ്റമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ടൈം ഷെയറിംഗ് യൂണിക് സിസ്റ്റം. ഒരു PC ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയം അവർക്ക് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് ടൈം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു. അത് കാരണം അവരെല്ലാം നല്ല പ്രോഗ്രാമേഴ്സ് ആയിരുന്നു. കാരണം അവർക്ക് അല്പസമയം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അവർ മനസ്സുകൊണ്ട് പ്രോഗ്രാം ഓടിയാൽ ശരിയായിരിക്കുമോ എന്ന് നന്നായിട്ട് നോക്കിയിട്ടാണ് ലാബിലോട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഓർമ്മ അതായിരുന്നു.
പിന്നെ അന്ന് ഇൻഡസ്ട്രി കണക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടമല്ല. അല്ലായിരുന്നു. വളരെ കുറച്ച് കമ്പ്യൂട്ടർ വിദഗ്ധരെ മാത്രമേ കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനായിട്ട് വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ കാലത്തൊരു വലിയ പ്രത്യേകത. പിന്നെ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ടെക്നോ പാർക്ക് വരികയും പിന്നെ ഒരു തൊഴിൽ സാധ്യത കൂടുതൽ വർദ്ധിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ പുതിയ ഞാൻ എപ്പോഴും പുതിയ തലമുറ എന്ന് ഉദ്ദേശിക്കുന്നത്, കാരണം നമ്മൾ യങ്സ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഇന്ന് നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, പുതിയ ടെക്നോളജീസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഡിജിറ്റൽ ട്യൂൺ, അങ്ങനെ പുതിയ പുതിയ ടെക്നോളജീസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു റൈറ്റ് കരിയർ ചൂസ് ചെയ്യുക, അതായത് തൻ്റെ പഠനകാലത്തിന് ശേഷം റൈറ്റ് കരിയർ ചൂസ് ചെയ്യുക, അങ്ങനെ ഒരു ചില ആൾക്കാർ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുണ്ട്. പല കോച്ചിങ്ങിലും ക്ലാസ്സുകളിലും പോയിട്ടും അവരുടെ കഴിവുകൾ ഏതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ടെക്നോളജി ആണെങ്കിൽ ടെക്നോളജി, കലയാണെങ്കിൽ കലയിലേക്ക്. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ വരുന്ന തലമുറയോട് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു ഒരു കരിയർ ചോയ്സ് എന്ന് പറയുന്ന ഒരു വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു വിവാഹം കഴിക്കുന്നതുമായിട്ട് സമയം ഉള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ആ തീരുമാനം എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പല രീതി പല താരതമ്യങ്ങൾ തോന്നി, എന്നാൽ ആ താരതമ്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ജോലിയുടെ കാര്യത്തിൽ ഒരു കൂടുതൽ ഈ വിവാഹം പോലെ തന്നെ നമുക്കൊരു കാര്യം എല്ലാം ഒത്തുവന്നൊരു കാര്യം ആഗ്രഹിച്ചു, പക്ഷെ നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടെ ഇതിനകത്ത് അതുപോലെയാണത്. തീർച്ചയായിട്ടും ഞാനത് കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങളെ വഴിതെറ്റിക്കാവുന്ന ഒരു വലിയ കാര്യമാണ് പിയർ പ്രഷർ. നമ്മുടെ കൂടെയുള്ളവരെല്ലാം ഇനി AI പഠിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ടി വരികയും അല്ലെങ്കിൽ പഠിക്കണം തോന്നുന്ന ഒരവസ്ഥയാണ്. അതിനെ ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു +2 കഴിഞ്ഞിട്ടുള്ള തുടക്കത്തിലുള്ളൊരു കാലഘട്ടത്തിൽ അത് പിടിച്ച് നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും പിയർ പ്രഷറിനെ മറികടക്കാൻ സാധിക്കണം. അവർ സ്വയം തീരുമാനം എടുക്കണം. അപ്പോൾ ആ തീരുമാനത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ് എന്താണ്, നമ്മളെ ജീവിതത്തിനെ പറ്റിയുള്ള വീക്ഷണം എന്താണ്. ഇപ്പോൾ എല്ലാവരും കാനഡയ്ക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകാൻ തോന്നി. അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ജീവിത വീക്ഷണം എന്താണ്, അതിൽ ഈ കാനഡ എങ്ങനെ വന്ന് ചേരും, അങ്ങനെയുള്ള ചിന്ത മാസ്റ്റേഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുണ്ടാകണം. നമുക്കിനി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കോംസാക് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ്സ്, മൊമെൻറ്റ്സ് വിത്ത് ടീച്ചേഴ്സ്, അതുപോലെ പുതിയ ഒട്ടനവധി പ്രോഗ്രാംസ് അലുമിനിയുടെ ഭാഗമായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പം സാറിന് എന്താണ് സാറിൻ്റെ ഒരു എന്താ പറയുക സജഷൻസും, എന്തൊക്കെ ആശയങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോംസാക് എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ സാറിൻ്റേതായ ആശയങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും? കൂടുതലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കാഡമിക് ലെവലിൽ എപ്പോഴും സാറിന് ഇൻഡസ്ട്രിയൽ കണക്ട് എന്ന് പറയുന്നത് മുന്നേ തന്നെ പരിചിതമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇൻഡസ്ട്രി കണക്ട്, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അക്കാഡമിക്കിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പോയിന്റ്, എങ്ങനെ ഇനിഷ്യലി ഒരു ജോബിൽ കയറുന്ന സമയത്ത് തന്നെ അവർക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈസി ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ കോംസാക് ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് സാറിൻ്റെ ആശയങ്ങൾ ഇതിലേക്ക് മനസ്സിലാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്തൊക്കെയായിരിക്കാം നമുക്കിതിനകത്ത് കൂടുതലായി കൊണ്ടുവരാൻ പറ്റുന്നത് ആഴത്തിലായിട്ട്? എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അലുമിനി അസോസിയേഷന് സ്റ്റുഡൻറ് അസോസിയേഷൻ ആണ്, കോസ എന്നാണ്, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ. തീർച്ചയായിട്ടും എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയുമായിട്ട് വളരെ നല്ലൊരു കണക്റ്റ് ഉണ്ടാവണം എന്നുള്ളത്. ഞാനതിന് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്രപ്പോസൽ ഒരുപാട് കാലം കൊണ്ട് നടന്നിരുന്നത്, ടെക്നോ പാർക്ക് തുടങ്ങിയ സമയത്ത് കേരള യൂണിവേഴ്സിറ്റി തന്നെ ടെക്നോ പാർക്കിൽ ഒരു കമ്പനി തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തന്നെ നേരിട്ട് അവിടെ ജോലി കൊടുക്കുകയും പ്രോജക്റ്റുകൾ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ടെക്നോ പാർക്കിലെ ചില കമ്പനികളുടെ നിന്ന് പ്രോജക്റ്റ് ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ അവർ പൊതുവേ യൂണിവേഴ്സിറ്റിയെ വിശ്വാസത്തി എടുക്കാറില്ല. അത് ഞാൻ പല ആവർത്തി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സിലബസ് വളരെ മോശമാണെന്ന് നിരന്തരം ഇവർ അഭിപ്രായം പറയുന്ന സമയത്ത് ഞാൻ 2005 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായിരുന്നു ഈ അണ്ടർ ഗ്രാജുവേറ്റ്. അപ്പോൾ ഞാൻ സിലബസ് അന്നത്തെ കാലത്തെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ സ്റ്റൈലിൽ അത് പുതുക്കി വലിയൊരു പുസ്തകം 100-200 പേജുള്ളൊരു പുസ്തകം ഉണ്ടാക്കി. എന്നിട്ട് അത് വൈസ് ചാൻസലറെ കൊണ്ട് കവർ ലെറ്ററോടുകൂടി ടെക്നോ പാർക്കിൽ 10-50 കമ്പനികൾക്ക് അയച്ചു കൊടുത്തു. ഇതിനെപ്പറ്റി അഭിപ്രായം പറയാം, നോക്കൂ ഞങ്ങൾ വളരെ പുതിയൊരു കാര്യം ചെയ്തിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ട് അതനുസരിച്ച് മാറ്റം വരുത്താമെന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ പോലും നമുക്ക് മറുപടി അയച്ചില്ല. അപ്പോൾ ഇൻഡസ്ട്രിയും നമ്മുടെ യൂണിവേഴ്സിറ്റിയും തമ്മിൽ വലിയ അകലമാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അധ്യാപകരാണ്. ഞാൻ ചോദിക്കുന്നത്, അധ്യാപകർക്ക് നമ്മൾ അധ്യാപകരെ പലപ്പോഴും അങ്ങ് അസ്യൂം ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന്
ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റി ഉണ്ടാക്കണമെന്ന് നമ്മുടെ സിലബസിൽ ഇപ്പം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇത് കൊടുക്കുന്ന ആരാ, അല്ലെങ്കിൽ ഇതിനെ ഉണർത്തുന്ന ആരാ? അധ്യാപകർ. അവർക്കിതുണ്ടോ? അപ്പോൾ ഇൻഡസ്ട്രിയോടുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണ്, ഞാൻ വളർന്നു വന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന പാപമാണെന്ന്, ലാഭം ഉണ്ടാക്കുക ബിസിനസ് ചെയ്യുക പറഞ്ഞാൽ പാപമാണെന്നാണ്. അതാണ് കേരളത്തിലെ ഒരു പൊതുധാരണ എൻ്റെ തലമുറയിലുള്ള ആൾക്കാരുടെ. അപ്പം ഞാനെങ്ങനെ ഈ വിദ്യാർത്ഥിയെ ഇൻ്റർപ്രീനർഷിപ്പിലോട്ട് കൈപിടിച്ച് ഉയർത്തും? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അധ്യാപകർ ഈ വിഷയത്തിൽ വളരെ സ്വയം വിമർശനത്തോടു കൂടി നോക്കിയാൽ മാത്രമേ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. എനിക്കും പഠിക്കാനുണ്ട്, ഞാനും മാറ്റം വരുത്തിയാൽ മാത്രമേ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടു. അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി തന്നെ ഒരു സംവിധാനം ചെയ്യണം. ഇതുപോലുള്ള വിഷയങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് പോലുള്ള വിഷയത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ ഒരു വർഷം ഇൻഡസ്ട്രിയിൽ പോയി പ്രവർത്തിച്ചിട്ട് വരണം. എന്നാൽ മാത്രമേ അവർക്ക് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടായിട്ട് വിദ്യാർത്ഥികളെടുത്ത് പറയാവുള്ളൂ. അല്ല പുസ്തകം നോക്കിയിട്ട് നമ്മൾ അക്കാഡമിക്സിൽ മാത്രം വരുന്ന ഒരാൾ പുസ്തകം നോക്കി ഇൻഡസ്ട്രിയെക്കുറിച്ച് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ഒക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സുകളായാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ കൂടെ എപ്പോഴും സാറിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടാവും. അതിപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സാറിൻ്റെ സ്റ്റുഡൻസ് കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് സാറിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവം, അങ്ങനെ ഒരു ടീച്ചർ കുട്ടികൾ സ്റ്റുഡൻസ് എന്നുള്ളൊരു ബന്ധത്തിന് കൂടുതൽ സ്ട്രോങ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് സാറിന് എങ്ങനെയായിരുന്നു ആ ഒരു രീതി? സാറിന് ഒന്ന് പറയാമോ, ഷെയർ ചെയ്യാമോ, ആ അനുഭവങ്ങളൊന്ന് പറയാമോ? നമ്മുടെ ക്ലാസ് മുറികളിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ സമയം ഒരു പീഠത്തിന് മുകളിൽ കയറി നിൽക്കുന്ന പോലെയോ അവരൊരു ഗുരുവര്യനായിട്ട് സ്വയം അവതരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഒക്കെ ഞാൻ ഇവിടെയല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചാണ് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബിടെക് പാസ്സായ ഒരു കുട്ടി ഇൻ്റർവ്യൂ നടത്തി, ചിലർക്ക് വളരെ ഭാഗ്യമുള്ള കാലത്ത് അന്ന് ബിടെക് മതി ലെക്ചറാണ്, അടുത്ത ദിവസം ലെക്ചറാകും ഈ ഡിഗ്രി പാസ്സായിട്ട് പിറ്റേ ദിവസം. പക്ഷേ ആ കുട്ടി പെട്ടെന്ന് ആ യുവാവോ യുവതിയോ പെട്ടെന്ന് ക്ലാസ് മുറിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ വേറൊരു ആവരണം അണിഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ്. അതെന്തിനാണെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് വിദേശത്തൊക്കെ പോയപ്പോൾ തോന്നിയൊരു കാര്യമാണ്, ഞാൻ ഈ ചായ കുടിക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാൻറ്റീനിൽ ഒരു ദിവസം എൻ്റെ കൂടെ ആൾ പറഞ്ഞു, ആ നിൽക്കുന്നതാണ് നമ്മുടെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞു. അദ്ദേഹം ക്യൂവിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ നിൽപ്പുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്, ആരും നോക്കുന്നുമില്ല, തിരിഞ്ഞു നോക്കുന്നുമില്ല, ഒരു സാധാരണ മനുഷ്യനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനതൊരു തത്വമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ ഈ ക്ലാസ് മുറിക്കകത്ത് ഇരിക്കുമ്പം നമ്മുടെ അടുത്ത് വളരെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ചോദിക്കില്ല. പക്ഷേ ആ മിണ്ടാതിരിക്കുന്ന കുട്ടി നമ്മൾ പുറത്തിറങ്ങി ഒരു മാവിൻ്റെ മൂട്ടിൽ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം സംസാരിച്ചാൽ അവരെന്തൊക്കെ ചോദിക്കുന്നു. അപ്പോൾ രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം നടക്കുന്നത്, അല്ലാതെ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ സംസാരിക്കുമ്പോഴല്ല. തീർച്ചയായിട്ടും ഞാൻ എവിടെ തുടങ്ങിയോ, അതായത് സാറിനെ അഭിസംബോധന ചെയ്ത് തുടങ്ങിയ സമയത്ത് സാറിനെ തിരക്കി ഞാനൊരു നല്ല അധ്യാപകനായിട്ടാണ് തുടരുന്നത്. തീർച്ചയായിട്ടും സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അതവിടെ പ്രതിഫലിക്കുന്നുണ്ട്. സാർ ഒരു നല്ലൊരു അധ്യാപകനാണ്. സാറിൻ്റെ അധ്യാപനത്തോടുള്ള ആ ഒരു താല്പര്യം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. സാറുമായിട്ട് ഇത്രയും സമയം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിക്കും വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. സാറിനെ എൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചത് ഞാനൊരു ഭാഗ്യമായിട്ട് കഴിയുന്നു. സാറിൻ്റെ അധ്യാപനത്തിലേക്ക് വരാൻ പറ്റിയില്ല, പക്ഷെ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ ഒരു മെൻറ്ററിൻ്റെ ആവശ്യം പലപ്പോഴും കുട്ടികൾക്കായാലും പ്രൊഫഷണൽസിനായാലും വരുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും ഒരു അവസരം ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഒരു കളമൊഴിഞ്ഞു പോയ ഒരു അധ്യാപകനെ വന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത് തന്നെ വളരെ സന്തോഷം വരുന്ന ചാരിതാർത്ഥ്യം തരുന്നൊരു കാര്യമാണ്.